എല്ലാവർക്കും നമസ്കാരം. വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോയായിട്ടാണ്. ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ പാചകം എന്തൊക്കെയാണെന്ന് എല്ലാവരെയും ഒന്ന് കാണിച്ചു. അപ്പോൾ ഇന്നത്തെ പാചകം, ഇന്നത്തെ എൻ്റെ ചെറിയ ചെറിയ കറികളും വിശേഷങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക്. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇന്നത് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മളുടെ അടുക്കളയിലെ ചെറിയ പാചകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടേ, നല്ല ചോറ് നമ്മുടെ കുക്കറിൽ വെച്ചാൽ നല്ല പൂ പോലെ ഒട്ടിയിട്ടുമില്ല, ഒന്നുമില്ല. നല്ല ഫ്രഷായിട്ട് നമ്മൾ കലത്തിൽ അടുപ്പിൽ വെക്കുന്ന പോലെ ആയിട്ടുണ്ട്. അതുപോലെ അയലക്കറി ഉണ്ടല്ലേ. പിന്നെ അവിയൽ ഇച്ചിരി വെന്ത് കുഴഞ്ഞു പോയി. പിന്നെ കുറച്ച് മോരുകറി. ഇത് ചീരച്ചേമ്പ് തോരൻ എന്ന് കുറച്ചേ വെച്ചിട്ടുള്ളൂ, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. സാലഡും ഉണ്ട്. സാലഡിന് നമുക്ക് ക്യാരറ്റും സവാള ഇല്ലാതെ തീർന്നു പോയി. അപ്പോൾ പിന്നെ കുക്കുംബർ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എങ്ങനെയൊക്കെ കരിഞ്ഞതും പൊരിഞ്ഞതും കഴിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വറുത്തമീൻ വേണം, ശീലിച്ചു പോയി. അപ്പോൾ അത് കുറച്ച് കഴിച്ചാൽ മതി. അത് കഴിച്ചിട്ട് നമുക്ക് ഈ വെജിറ്റബിളും ഇലയുണ്ട്, നമുക്ക് പിന്നെ സാലഡുണ്ട്. സാലഡ് എന്ന് പറഞ്ഞാൽ കുക്കുംബർ സാലഡ് ആക്കിയില്ല ഞാൻ. തൈര് ഇവിടെ ഇരിപ്പുണ്ട്, ഞാനത് ചേർക്കുന്നില്ല കാരണം പനിയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് രാവിലെ ഉപ്പുമാവും കടലക്കറിയുമായിരുന്നു. പിന്നെ ഞാൻ അരി അടുപ്പിടുന്ന കുക്കറിലാണ് ചോറ് വെക്കുന്നത്. ഞാൻ റൈസ് കുക്കർ ഉപയോഗിക്കത്തില്ല. ഞാൻ ഈ സാദാ കുക്കറിലാണ് ഞാൻ കഞ്ഞി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ അരി ഒരു വിസിലടിക്കുമ്പോൾ ഞാനിതങ്ങ് ഓഫാക്കിയിട്ട് ഞാനിത് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ തിളപ്പിക്കണ്ടേ. കണ്ടില്ലേ, ഇത് നമ്മളിങ്ങനെ ഒന്ന് കഴിച്ചുകൂടാ, അടുപ്പിൽ തന്നെ ഇട്ട് വെക്കണം. പക്ഷേ എങ്കിലും നമ്മൾ റൈസ് കുക്കറിൽ വെക്കുന്നതിനേക്കാൾ നല്ലതുപോലെ തിളച്ച് ആവി വന്നു കഴിഞ്ഞാണല്ലോ തിളയ്ക്കുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് ഞാനങ്ങ് തിളപ്പിച്ച് ഊറ്റും. നല്ല ചോറായിരിക്കും. ഇപ്പോഴത്തന്നെ അയലയാണ് ഇന്ന് കിട്ടിയത്. നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ സാധാരണ ഇങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ നമ്മുടെ കൂടെ പോകുന്ന മേടിക്കാറില്ല. ഇന്ന് പിന്നെ ഞാൻ പുറത്തുനിന്നങ്ങ് മേടിക്കുക. അങ്ങനെ അയലയാണ്. അയല ഇന്ന് ഫ്രഷ് അല്ല ഇത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നല്ലപോലെ വെട്ടി തേച്ച് കഴിയിട്ട് ഇതിനകത്ത് മഞ്ഞപ്പൊടിയും പിഴുപുളിയും കൂടെ കലർത്തി ഇതിനകത്ത് ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിത് എടുക്കത്തുള്ളൂ. കാരണം ഒരു വല്ലാത്ത എല്ലാം മരുന്നടിക്കുന്ന ഒരു സ്മെല്ലുണ്ട്. അപ്പം ഞാനോർത്ത് ഇത് കൂടുതൽ നമ്മളത് മൊത്തം കറി വെച്ചാൽ 2-3 ദിവസത്തേക്ക് കൊടുത്ത് പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ കൊടുക്കാമല്ലോ, പട്ടികൾക്കും പൂച്ചയ്ക്കും കൊടുക്കാമല്ലോ. അപ്പം നമ്മളിത് വെട്ടി തേച്ച് കഴുകി അരമണിക്കൂറായി ഞാനിത് വെച്ചിട്ട് ഇതിന് കറി വെക്കാൻ പോകും. കണ്ടില്ലേ അരി തിളയ്ക്കുന്നത്. നമുക്കൊരു 15 കൂടിയൊന്നും ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോറ് വേവും. നമ്മൾ അടുപ്പേ വെച്ച് ഒരു 5-10 മിനിറ്റ് കൊണ്ട് അത് തിളയ്ക്കും. അത് വിസിൽ വരും. വിസിൽ വെച്ച് നമ്മൾ ഇറക്കി വെച്ച് അതിൻ്റെ ആവിയെല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കി ഇതേ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തിളച്ച് വന്നു. ഇനി ഇത് നമ്മളിങ്ങനെ വാർക്കും. വാർത്തെടുത്താൽ നല്ല ഫ്രഷ് ചോറാണ് കേട്ടോ. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ചുവന്നുള്ളി എല്ലാം മൂപ്പിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവായും എല്ലാം ഇട്ട് മൂപ്പിച്ച് അഴിഞ്ഞാക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. ഇത് പറ്റണ്ടേ, ഇപ്പോൾ ഇത്രയും വെള്ളം വേണം. ഇതിലേക്ക് പുളി കൊണ്ട് കൊടുക്കുക, നല്ല പുളിയുള്ള പുളിയാണ്. ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി ഇച്ചിരി ചെറിയൊരു അവിയലിന് റെഡിയാക്കാം. ആ സമയത്ത് തിളക്കട്ടെ, മീൻ പറക്കിയിട്ട് കൊടുക്കാൻ. പിന്നെ നമുക്ക് വളരെ കുറച്ച് വെജിറ്റബിൾ ഉള്ളായിരുന്നു നമ്മൾ മേടിച്ചതിൻ്റെ ബാലൻസ് കിടന്നൊക്കെയാണ്. അതെല്ലാം കൂടെ ഇട്ട് ചെറിയ അവിയൽ വെക്കാമെന്ന് വിചാരിച്ചാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചെറിയ അവിയലാണ്. വേറെ പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിതിനകത്ത് കിഴങ്ങിടാറില്ല കേട്ടോ. ഇതിനകത്ത് പടവലങ്ങ ഇല്ല, ബാക്കി ഈ ബീൻസും ഒക്കെ ഉണ്ടെല്ലാം ഇട്ട് നമുക്കൊന്ന് ചെറിയൊരു അവിയൽ. മീനൊക്കെ അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അവിയലിന് അടുപ്പിൽ വെച്ചു. ഞാൻ കുക്കറിലാണ് ചെയ്യാറ്, പെട്ടെന്നാവുമല്ലോ എന്ന് ഓർത്താണ് കേട്ടോ.
അടുപ്പ് വെച്ച് തീയൊക്കെ പറ്റിച്ച് ഗ്യാസിലായാലും പെട്ടെന്ന് വേവാൻ താമസമായിരിക്കുമല്ലോ. തളിർത്ത കുറേ ചീരച്ചേമ്പല നിൽക്കുന്നു, അതിങ്ങി പിച്ചെടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. കർക്കിടക മാസമല്ലേ, അപ്പോൾ ഇത് നമുക്കിങ്ങനെ കണ്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചേമ്പല തണ്ടോടി പറിച്ചെടുത്ത് കണ്ടിച്ചെടുത്ത് ഇത് നമുക്ക് തോരൻ റെഡിയാക്കാം. നമ്മൾ 4 അയില വറക്കാനും എടുത്തിട്ടുണ്ട്. വറക്കരുത്, കരിക്കരുത്, പൊരിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി വറുത്തമില്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അധികം കഴിക്കണ്ട, കുറച്ച് ഒരു ചെറിയ പീസ് കഴിക്കാം. അപ്പോൾ ഞണ്ട് വറുക്കാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. വലിയ ഗുണമൊന്നുമില്ല മീനിന് കേട്ടോ, പിന്നെ ടേസ്റ്റില്ലാന്ന് എനിക്ക് തോന്നുമെങ്കിലും നല്ല നമ്മളെ മസാലയ്ക്കൊക്കെ നല്ല ടേസ്റ്റുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ അരിയുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും കഴിഞ്ഞ് വിട്ടുപോയി. അപ്പം കുറച്ചേ ഉള്ളായിരുന്നു. 3 ചീര പിന്നെ ചേമ്പ് ചീര ഞാൻ എടുത്തിട്ടുള്ള തണ്ട്, അതിൻ്റെ ഇലയും കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് കാണിക്കാനും വിട്ടുപോയപ്പോൾ നമ്മുടെ ചേമ്പൻ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചപ്പൊന്നും മാറാതെ നല്ല പച്ചപ്പോടുകൂടി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെ ആയിരുന്നു. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.